എല്ലാ മച്ചാന്മാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ പുതിയ റൂബ്ലോക്സ് വീഡിയോയിലായിട്ടാണ്. അപ്പോൾ ഈ റൂബ്ലോക്സ് വീഡിയോയിൽ നമുക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ ശബ്ദം നന്നായിട്ട് കുറച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ശബ്ദം ഒരു നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഞാനിത് ചൂട് നോക്കാൻ പോയതാണ്. ഇപ്പോൾ ചൂട് നോക്കി ചൂട് എന്തോരം ഉണ്ടെന്ന് നോക്കാൻ പോയതാണ്. ഇല്ലെങ്കിൽ അത് ടെസ്റ്റിംഗ് ഉണ്ടല്ലോ, രണ്ടാമത്തെ ടെസ്റ്റിങ് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും കേട്ടോ. രണ്ടാമത്തെ ടെസ്റ്റിങ് വേണോ? കാരണം എന്തായാലും ടെസ്റ്റിങ് ആയിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ടെസ്റ്റിംഗ് ആയിരുന്നു എന്ന്. അപ്പോൾ നെക്സ്റ്റ് റൂബ്ലോക്സ് വീഡിയോയിലോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു ഹൊററും പക്ഷേ പാർക്കോർ എന്താണിത് അത് ഇപ്പോഴേ ഇങ്ങനെ ചായ തുടങ്ങണ്ടടാ, കളിച്ചു തുടങ്ങാ. അത് തന്നെ മിടുക്കൻ. അപ്പോൾ ഈ കളിയിൽ നമ്മൾ പറ്റണ പോലെ നിൽക്കും. പിന്നെ ഇത് ഗായ്സ് ഈ ഫണി. സോ അടുത്തതിൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് പാർട്ട് 3 ഇടാനായിട്ട് നോക്കി. ഞാൻ 3 ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയില്ല, പക്ഷേ ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൈൻക്രാഫ്റ്റിൽ മരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീട്ടിൽ അത് സെറ്റാക്കണം. നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ, അതൊക്കെ നമുക്ക് പിന്നെ റീബിൽഡ് ചെയ്യണം. നമ്മൾ ബലൂണിൽ നിൽക്കുവാണ്. ബലൂണിൻ്റെ അടിയിലോട്ട് നമ്മൾ പോകാനായിട്ട് നോക്കിയതായിരുന്നു, പക്ഷെ നമുക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നോക്കിയാൽ പോരെ. അവിടെ ഞാൻ പോയ സമയം കൊണ്ടാടാ അത് കള്ളക്കളി കേട്ടോ. ഈ സെക്കൻഡ്സ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പോലെ സോ ഗായ്സ്, നമ്മളടുത്ത് സ്മോക്കിൻ്റെ അതിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ചെക്ക് പോയിന്റ് കിട്ടി. നമ്മൾ ഇതും കൂടെ ചാടി എത്തി കഴിഞ്ഞാൽ ഗായ്സ് സെറ്റ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പോയി നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ അകത്ത് കിടപ്പുണ്ട്. പോലെ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ കളിയിൽ കിടപ്പുണ്ട്. ഈ കളി ഇവർ കളിച്ചത് ടോംസും ഗെയിം തെറാപ്പിസ്റ്റും കളിച്ചതാണ്. അത് തന്നെ ഞാൻ കളിക്കുന്നത്. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബർ ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. ഞാൻ അവരൊക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിച്ചതാണ് കേട്ടോ. ഒരു വീഡിയോ ഉണ്ട്. വീഡിയോയിൽ എനിക്ക് ഗെയിം തെറാപ്പിസ്റ്റിനെ ഇഷ്ടമാണ്. നല്ല യൂട്യൂബറാണ്. ഞാൻ അയാളുടെ വീഡിയോസാണ് കാണുന്നത്. വീഡിയോസും മറ്റേതും എല്ലാം അടിപൊളിയായിട്ടാണ് ചേട്ടൻ കളിക്കുന്നത്. നല്ല ശബ്ദം ഉണ്ടെന്നറിയാം എനിക്ക്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ശബ്ദം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് ചാൻസ് കുറവായിരിക്കും. കാരണം എൻ്റെയും മൈക്ക് കുറയുന്നുണ്ട്. അത് കാരണം എന്തായാലും ഇതെന്ത് പരിപാടിയാണ്? ഫോൾ ഡാമേജ്. അത് തന്നെ ഞാൻ ചൂട് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. ചൂട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായി ഇപ്പം പിന്നെയും ചൂട് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. ഗായ്സ്, ഞാൻ മര്യാദയ്ക്ക് കളിക്കാത്ത കേട്ടോ. മര്യാദയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കളിക്കും ഉണ്ട് കേട്ടോ. കണ്ട എൻ്റെ ബട്ടൺ ആക്കിയില്ല. ഞാൻ എൻ്റെ ബട്ടണിൽ ഞെക്കിയിട്ട് ബട്ടൺ ആയില്ല. ഇത് ചീറ്റിംഗ് ആണിത്. ദിസ് ഇസ് ചീറ്റിംഗ്. ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത്. ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ അണ്ണൻ 2 പാർട്ടായിട്ടിട്ട് കളിച്ചതാണ്. ഇതെന്നാ ഗായ്സ്? ആ സൈഡിലെത്തുമ്പോൾ എനിക്ക് ചാടാൻ പറ്റുന്നില്ല. നോക്കൂ, ഈ പ്രാവശ്യം ഞാൻ എന്തായാലും അവിടെ എത്തും. ഇല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിക്കോ. എൻ്റെ പേര് മാറ്റണ്ട.
ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇത് എത്തിയില്ലെങ്കിലോ നോക്കിയോ ഗൈസ്, കണ്ടോ ഞാൻ പറഞ്ഞതാ എത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ നിന്നിട്ട് ചേർന്ന് ചാടണം, ഇങ്ങനെ ചേർന്ന്. അപ്പോൾ ആ ഒരു ലിമിറ്റിൽ നമുക്ക് കിട്ടും. കണ്ടോ 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 കണ്ടോ. ഇത് പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് പരിപാടി അവിടെ. വി 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 ഓ അവനെ പിടിച്ച് താഴെ ഇട്ടിട്ടാ അവൻ്റെ കൈ. അവിടെ ഒരുത്തൻ എന്തേ വരുന്നു. കളിക്കാനറിയില്ല. പൊട്ടനല്ല കേട്ടോ, എനിക്കും കളിക്കാനൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ചുമ്മാ ഒരു കണ്ടന്റ് വേണ്ടി എന്തെങ്കിലും വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഇടുന്നതാണിത് ഗൈസ്. ചാടിയെത്തി. ഇനി ഒരെണ്ണം കൂടെ, ആ 2 എണ്ണം കൂടെ, ഇനി 3 എണ്ണം കൂടെ ഉള്ളൂ. തീർന്നു. ഫാസ്റ്റ് ചോദിക്കോ. ചെക്ക് പോയിന്റ് കിട്ടിയിരിക്കും. ഓ ഇവിടോട്ട് തന്നെ ചാടിട്ടോ. പ്രോക്കൾക്ക് ഇതൊക്കെ എന്ത്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം അല്ല വേറെ എന്താ എഴുതിച്ചാണ്. ഔട്ടാണോ എന്താ പറയുക ഗായ്സ്. ഞാൻ വിചാരിച്ച് എൻ്റെ കാര്യത്തിൽ പോക്കായിരുന്നു. ഇനി ആയം തൊട്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. എടാ മോനെ ഒന്ന് കളിക്കണം മോനെ. ഗീവ് യുവർ സെൽഫ് ആൻ ഹൈ ഫൈ. ഇത് നോക്കിക്കോ, ഞാൻ ഓടി കൊടുത്തു. എടാ ഒന്ന് പോടാ മോനെ, നിന്നെ കണ്ട് ഞാൻ പേടിച്ച്. കഷ്ടം. അതെ പിന്നെയും പോണം. നീ എങ്ങോട്ടാടാ പോണേ എൻ്റെ മച്ചാനെ? അവനവിടെ എത്തി. എടാ എന്തോടാ, ഒന്ന് പോടാ മോനെ. എന്താടാ മോനെ. നോക്കൂ ഗൈസ്, നോക്കൂ. ഗായ്സ് എനിക്ക് സ്കില്ലില്ല. ശരിയാ അത് പറഞ്ഞ് എന്നെ കളിയാക്കിയാലോട്ടോ. ഞാൻ നന്നായിട്ട് കളിച്ച് കാണിച്ചു ഞാൻ. ഇതാണെങ്കിൽ ഇതിട്ട് നോക്കാം. ഓ ഇത് കാലും കൈയൊന്നും കാണത്തില്ലല്ലേ, കുഴപ്പമില്ല. അയ്യോ 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 അയ്യോ. ഇവിടെ എത്തി. ഇനി ഇച്ചിരിയും കൂടെ ഉള്ളൂ. കഴിഞ്ഞ് ഇപ്പം എത്തും. ഇവിടെ ടോംസണിന് ഇതൊന്നും അറിയത്തില്ല, എന്നിട്ടും ടോംസണ്ണൻ കളിച്ചു കേട്ടോ. പൊളിക്കളിക്കാരനാണ് ടോംസണ്ണൻ. മാറങ്ങോട്ട് പോ. പോടാ അങ്ങനെ. സീൻമോനെ മുട്ട നിനക്ക് എത്ത് വേഗം പൊക്കോ. പോട്ടെ. ഇവിടുന്നായിരിക്കും അവൻ പറഞ്ഞത്. ലക്യൂ ഇത് അടവനെ. അയ്യോ അടുത്തൊരു എത്തിട്ട്. അതിലൂടെ നമുക്ക് കയറിപ്പോണം. വേഗം പോ. എത്തും. അതെത്തി. എനിക്ക് പോകാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് ദിസ്? നോ. എടാ ഒന്ന് കളിപ്പിക്കണേ. എന്ത് ലാഗാട്ടോ ഗൈസ്. ഇതോടെ ഒരു കളി കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെക്ക് പോയിന്റ് വന്നത് എന്ത് കാണിക്കണേ. 1 മിനിറ്റ് ഗൈസ്. നെറ്റിൻ്റെ ഇഷ്യൂ കാരണമായിരുന്നു. എൻ്റെ ഇപ്പോൾ തല വലിച്ചു മുടിയായി. ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റൂട്ടോ ഗൈസ്. നമുക്ക് 190 പോയിൻറ്റ്സ് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മളൊരു 75 പോയിൻറ്റ്സേ ഉള്ളൂ.
നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 25 പോയിൻറ്റ്സേ ഉള്ളൂ. സോ ഇത്രയും പോയിൻറ്റ്സ് കൊണ്ട് പറ്റത്തില്ല. ഇതിനേക്കാളും നല്ല പോയിൻറ്റ്സ് കൊണ്ട് ഇത് കണ്ടോ കുറേ സാധനം വാങ്ങിക്കാൻ പറ്റും. 60 ഇതൊക്കെ ഒറിജിനൽ പ്രൈസ് ആട്ടോ ഗൈസ്. ഇത് ബ്ലാക്ക് ഹോള്. ഇതാണ് കളി. ഈ കളിയിൽ കുറേ പേരുണ്ടാവും. കുറേ പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ വന്നിട്ടുണ്ടാവും. എടാ ചാടറാ പോകണം. ഈ പ്ലേ ഗ്രൗണ്ടിൽ കയറിയിരുന്നു ഇതിൻ്റെ അതിൽ കയറിയിരിക്കണം. ഇതിൻ്റെ അതിൽ കയറിയിരിക്കാം. എന്നിട്ട് ഇത് ഒളിച്ചിരിക്കണതാണ് ഈ കളി. ഇത് ഒളിച്ചിരുന്ന് കളിക്കണം. ഇതന്നെ. ഓ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നല്ലേ. നാണമില്ലടാ നിനക്ക്. ഇത് ഇങ്ങോട്ട് പോണ. ഇങ്ങോട്ട് ഇത് അതിൻ്റെ അകത്താള് കയറി. ഇത് കള്ളക്കളി. അയ്യോ അവൻ അതിൻ്റെ മണ്ടയ്ക്കുണ്ടായിരുന്നു. ഇല്ല ഇത് കുറേ പേരുണ്ടാവും. ഞാനും പൊന്നൂസും കൂടെ കളിച്ചതാണിത്. ഇത് എൻ്റെ കൂട്ടുകാരനാണ് പൊന്നൂസിൻ്റെ കൂടെ അത് കളിച്ചതാണിത്. അടിപൊളി കളിയാണിത്. കുറേ മോൺസ്റ്റേഴ്സും അങ്ങനത്തെ കുറേ പേര് വരും. അപ്പോൾ ഇതിനെ ചെയ്യുവാൻ നിൽക്കണം. അതാണ് എൻ്റെ കളി. ഇതേ കണ്ടോ തിരിയുമ്പോൾ പോകണം. ഇപ്പോൾ തുറക്കുക തുറന്നു. ഇനി ഇതിൻ്റെ അകത്തോടെ പോകണം. ഇതിൻ്റെ അകത്തോടെ പോകണം. അയ്യോ ഓടിക്കോ കണ്ടമ്മഴി ഓടിക്കോ. ഓടാൻ പറ്റുന്നില്ലല്ലേ. നീ വാടാ പിടിക്കാൻ. എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ലടാ. നീ വെറും പൊട്ടണടാ. അയ്യോ ഓടിക്കോ. റോബോട്ട് അവിടെ സ്റ്റോപ്പായി. ഇപ്പോയി നമ്മളിങ്ങനെ ഒളിച്ചിരിക്കണം. ഇതാണ് ഈ കളി പൊളിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളൊരു കളിയാണ്. നല്ല രസം ഇത് കളിക്കാൻ. ഇപ്പോൾ കൊല്ലാൻ വരുമ്പോൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണം. അയ്യോ പേ പറഞ്ഞു. ശരി മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ചത്തിട്ടാ. ഹം ലോഗ് സത്തിട്ടില്ലേ. നമ്മൾ ചത്തില്ല ഗൈസ്. നമ്മൾ പിന്നെ പോണേ. അതാണ് കളി. ഈ കളിയിൽ ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ടാവും. ചില മോൺസ്റ്റേഴ്സ് ഉണ്ടാവും, ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ രക്ഷപ്പെടണം, ഒളിച്ചിരിക്കണം. നല്ല കളി എനിക്ക് ഇഷ്ടമായി. നല്ല രസമാണ് കാണാൻ. ഇത് അടിപൊളി കളിയാണ്. ഗ്രാനി ആട്ടം. ഇതിനെ ഇറങ്ങടാ. ഇതെല്ലാം നീൻ്റെ അകത്തോട്ട് എവിടെയെങ്കിലും കൊണ്ടായിട്ട് നിൽക്കണം. കേരടാ. ഇത്രയും വലിയ മതിൽ നീ കളി. എന്നിട്ട് ഇത് ചാടാൻ പറ്റുന്നില്ലേ. എടോ എനിക്ക് ചാടാൻ പറ്റുന്നില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല ഗ്രാനിജിക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ല ഗ്രാനിജിക്ക്. യോ ഓ മൈ ഗോഡ്. स्वाहा हो गया. ഗ്രാനിയാണോ? അതെ മണ്ടയ്ക്ക് ഇപ്പം. അയ്യേ ഗ്രാനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ. അയ്യോ എന്നെ തന്നെ നോക്കി കേട്ടത്. എന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗ്രാനിക്ക്. അച്ചോട് ഞാൻ ചത്തു. ഹം ലോഗ് ഡൈ ഹോ ഗേ. ഇതെന്നാ? അപ്പോൾ ഇത് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലേ? എനിക്ക് വെളിയിലോട്ട് പോകണം. എനിക്ക് സ്വർഗത്തിലല്ല, എനിക്ക് മറ്റടുത്ത് പോകണം. എന്നിട്ട് അവിടെ നിന്ന് പോയി ഇതിൻ്റെ അകത്ത് കുറേ പ്ലേയേഴ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എനിക്ക് ലക്ഷക്കണക്കിന് പ്ലേയേഴ്സ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് അവർക്കൊക്കെ ഇഷ്ടമാണ്. ഈ ഒരു ഗെയിമിൽ നല്ല പ്രോ പ്ലേയേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര റിയലിസ്റ്റിക് അല്ല, ഒരു ഇഷ്ടമുള്ള സാധനം ഇത്. പിന്നെ ഇത് കുറേ എല്ലൊക്കെ കിടപ്പുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഹാമർ എടുക്കാമല്ലോ. ചിലപ്പോൾ ഈ ഹാമർ അടിക്കാൻ പറ്റും. അപ്പോൾ എവിടെയും പോയി കളിച്ചിരിക്കണം.
സോ നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം. ഇത് അവൻ അവിടെ എത്തിയിട്ടോ. അയ്യോ നമുക്ക് അയ്യോ പുറത്ത് പേടാവനെ ചാടല്ലേ. അത് അവിടെയാണ് സംഭവം. അപ്പോൾ ഇവിടെ പോയി ഒളിച്ചിരിക്കാം. അതെങ്ങനെയാണ് അവിടെ എത്തിയേ? അത് അല്ലേ അല്ല നമ്മളിവിടെ തന്നെ വീണ്ടും എത്തിട്ടോ തിരിച്ചു. ഇതിൽ ആരാണ് കള്ളനല്ല ആരാണ് നല്ലതെന്ന് അറിയത്തില്ല എനിക്ക്. ആരാണേലും അല്ലേലും എൻ്റെ സ്ഥലം ഞാൻ ഓടിച്ചിടാൻ പറ്റില്ല. അവസാനം അവൻ ഇല്ലാതായി. നമ്മൾ അടുത്ത അടുത്ത് എത്തി. കാരണം സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എത്തും. റോബോട്ട് കളിയ അങ്ങനത്തെ ഒരു പ്ലെയർ ഇല്ല. ഞാൻ കഷ്ടമായിട്ട് എനിക്ക് കുറേ മണി കിട്ടി. പക്ഷെ ഇതുകൊണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഈ ഗേറ്റിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും മരിക്കണം. പക്ഷെ മരിക്കാനാണെങ്കിൽ പറ്റുന്നില്ല. അതാണ് ഒരു ഡൗട്ട്. രണ്ടാമത്തെ ലെവല്. ഇത് ഗ്രാനി. ഞാൻ ജയിച്ചിരിക്കുന്നു. ഗ്രാനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രാനി വെറും പൊട്ട. നിങ്ങൾ കുറേ നേരം ചാടിക്കൊണ്ടിരുന്നാലും അപ്പം മടുത്തിക്കൊള്ളും. ഏതെങ്കിലും വഴി എത്താത്ത അയ്യോ ഗ്രാനിക്ക് ഇനി എത്തത്തില്ലാട്ടോ. സ്ഥലത്ത് ഒളിച്ചിരിക്കുക. നിങ്ങൾക്കെല്ലാം അതിന് എന്നെ കൊല്ലണം. അയ്യോ ഇനി വാങ്ങിക്കാൻ തരും. ഇവിടെയൊക്കെ ഇപ്പോൾ റെഡ് കളർ എന്തിരിക്കുന്ന ഇല്ലേ? എന്തോ പോയിസൺ അടിച്ചിട്ടുണ്ടെന്ന്. ഇതൊക്കെ എന്തിനാ? എനിക്കിതൊന്നും വേണ്ട. തീയാടാ ഒന്ന് കാണിക്കാന്നാടാ. എന്ത് കഷ്ടവാടാ. സ്പീഡ് കോയിൻ വേണ്ട. ലെവൽ കോയിൻ വേണ്ട. 1 സെക്കൻഡ്. ഇതൊക്കെ എന്തോ പിസ്സ കഴിക്കുന്ന. പിസ്സ കഴിച്ചോ? ഇത് 97,994 അത്ര ഉണ്ട്. ഇത് 2 ചുമ്മാ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷനിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേരുണ്ട്. കാരണം അവരൊക്കെ പോയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ടീം കൊണ്ട് ഇവിടെ എല്ലാം പോയി ഒളിച്ചിരിക്കാം. അപ്പോൾ ഇതാണ് ഗെയിം. കണ്ടോ? ആ ഒരു ലെവലിലാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണൊരു ഗെയിം. ഇതൊരു സാധാ ഗെയിമാണ്. ഇതിൽ അത്ര വലിയ പ്രശ്നക്കാരനൊന്നും അല്ല. പക്ഷേ പ്രശ്നക്കാരനാണെന്ന് പറയാനും പറ്റത്തില്ല. ഭയങ്കര ഇവൻ പയ്യെ നടക്കത്തുള്ളൂ കേട്ടോ. അത് കാരണം മാത്രം സേഫാണ് നമ്മൾ. പയ്യെ നടക്കത്തില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടാൽ മനസ്സിലാവും. സാധനത്തിൻ്റെ പേരും എനിക്കറിയത്തില്ല. അത് കാരണം ഒരു ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ശബ്ദം കേൾക്കുന്നുണ്ടായാലും ഇല്ലെങ്കിലും അടിപൊളിയാണ് കളി. നമ്മൾ ജയിച്ചിട്ടാ. നമ്മൾ ജയിച്ചപ്പോൾ 800 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. നമുക്ക് കണ്ടാ നിങ്ങൾ ചത്താലും ജയിച്ചിട്ടുണ്ട്. അതന്നെ സ്പോണാവും. അപ്പോൾ ഇത്രയും പേരേ ഉള്ളൂ. ചെറിയൊരു കളിയല്ലായിരിക്കും ഇത്. എത്ര നേരം വെള്ളം കളിക്കാം. ഇത് എന്തോരം വെള്ളമുണ്ട്. കാരണം അൺലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഈ പ്ലേയിങ്. പിന്നെ ഇത് ഏറ്റവും ബെസ്റ്റ് ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഓരോ പ്ലെയേഴ്സിനും ഓരോ തരം എബിലിറ്റീസ് കിട്ടും. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് കണ്ടോ, ഒരു തീയാണ്. ഒരു തീയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു സാധാ ഒരു സാധനമാണ്. ഇതെനിക്കറിയാം. ഇതിൻ്റെ ഏതൊരു മണ്ടയ്ക്ക് പോയിരിക്കണം. അല്ലെങ്കിൽ സ്ലെൻഡർമാൻ നമ്മൾ പിടിച്ചോണ്ട് പോയി. ഇങ്ങനെ എവിടെയും പോയി ഒളിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇതെന്താ ചെയ്യണ്ടേ? എവിടെ എങ്ങും ഒളിച്ചിരിക്കണ ഒരു സാധനം ഇല്ലല്ലോ. ഇവിടെ ഉള്ളിരിക്കുക. എന്നിട്ട് വന്നവൻ ഓടിക്കളി. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ അവൻ നേരെ വരുമ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് നീ മാറിയിരിക്കണം മോനെ. അപ്പോൾ അന്വേഷിച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ഇങ്ങോട്ട് വന്ന് തീയും ചാമ്പലായി. ആരാണ് എന്താണെന്നൊന്നും എനിക്കൊരു പിടിയില്ല. അവൻ വന്നിട്ടാ. അവൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടെസ്ബ എന്ന് പറഞ്ഞ ഏതൊരു മനുഷ്യനെ ഇപ്പം തന്നെ ഞാൻ തീർത്തു. എനിക്കാണെങ്കിൽ ക്രൗച്ചായിരിക്കാനായിട്ടുള്ള ഓപ്ഷൻ
നമ്മുടെ ഈ ഇതെടുത്തതാണ് 19. അപ്പോൾ ഇതിലൂടെ 24 മിനിറ്റ്സാണ് നമ്മൾ ജയിച്ചിട്ടാ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ നമ്മൾ പെട്ടെന്ന് അങ്ങനെയൊന്നും മരിക്കത്തില്ല. ഒരു സൈഡിൽ പോയി മൂലയ്ക്ക് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഡൈഡാവും. പിന്നെ ഈ ലിഫ്റ്റിൻ്റെ അകത്ത് തന്നെ ഇരിക്കാൻ പറ്റും. ഈ ലിഫ്റ്റിൻ്റെ അകത്തും ഇരിക്കാൻ പറ്റും. ഈ ലിഫ്റ്റ് കുറേ നേരത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും. കണ്ട ഇതിപ്പോൾ കുറേ പ്ലേയേഴ്സ് ആയില്ലേ, ഏകദേശം 1 2 3 4 5 6 7 കുറേ പേരുണ്ട്. I am 20, കദിക്, ഹലോ, ചോപ്പ്, ഒപ്സ്റ്റൺ, ഹെൽപ്പ്, ലിസ്റ്റ് എന്തൊക്കെയൊക്കെ എഴുതി വെച്ചാണെന്ന് ആർക്കറിയാം. തുടങ്ങിയിട്ടുണ്ട്. രാത്രിയുടെ ഒക്കെ ശബ്ദം, രാത്രിയിലുണ്ടാകുന്ന ഒരു ചീവീടുണ്ടാകുന്ന ഒച്ച ശബ്ദമില്ലേ, ആ ശബ്ദം പോലെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുക. ഏതാ ബെസ്റ്റ് ലൈറ്റ് വേണം. അത് നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കുക. ഒന്നും ആരെയും കാണത്തില്ല. അവൻ്റെ ഹാർട്ട് കുറഞ്ഞു കേട്ടോ. അവൻ്റെ ഹാർട്ട് കുറയണമെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. എനിക്ക് ചെടിക്കകത്ത് ഒളിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഒരു ചെടിക്കകത്ത് നമ്മൾ ഒളിച്ചിരിപ്പുണ്ട്. ആരാണ് പറഞ്ഞതെന്നൊന്നും അറിയത്തില്ല. റൂബ്ലോക്സും മൈൻക്രാഫ്റ്റും ആയിരിക്കും മെയിൻ. മൈൻക്രാഫ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. അയ്യോ ഡൈനോസറാ കളിയാ. ഞാനിവിടെ എത്തി. ഞാൻ ഒരു സ്ഥലത്ത് മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ്. മൂലയ്ക്ക് അതിന് ഞാൻ ചത്തില്ല. കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മൂലയ്ക്ക് വലിക്കുക. ഇങ്ങനെ ഒരു സൈഡിൽ പോയി ഇങ്ങനെ ചുമ്മാത്തേക്ക് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്ക് ഹെൽത്ത് കൂട്ടാൻ പറ്റും. ബൾക്കി ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് കൂട്ടാൻ പറ്റും. പിന്നെ ഗൈസ് ഞാൻ കാര്യം പറയാനുള്ളത്, എൻ്റെ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഫിഷും പ്രാവിൻ്റെയൊക്കെ ആയിരിക്കും. ഈ വീഡിയോ കഴിഞ്ഞ് ഞായറാഴ്ച ആയിരിക്കും ആ ഒരു വീഡിയോ വരിക. ശനിയാഴ്ച നമ്മൾ ഒപ്പിച്ചതുപോലെ ഒരു പ്രാവിനെ സെറ്റാക്കാൻ പോവുകയാണ്. അയ്യോ ലൈറ്റ് കാണിക്കും. അപ്പോൾ നമ്മളൊരു പ്രാവിനെ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രാവ് ഏകദേശം നല്ലൊരു റേറ്റുള്ള പ്രാവാണ്. ഏകദേശം ഒരു ഇച്ചിരി റേറ്റ് ഉണ്ട് കേട്ടോ. കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു ബ്രീഫ് ഉണ്ടാവുമല്ലോ, ആ സാധനമാണ്. അതാണ് ഞാൻ സെറ്റാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിനെ ഒളിച്ചിരിക്കാൻ പോവാണ്. അല്ല വേണ്ട, അതേ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒളിച്ചിരിക്കുക. ഇതിൻ്റെ മണ്ടയ്ക്ക് പോകും. എനിക്കിതിന് ലൈറ്റ് കത്താത്ത ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുന്നില്ല ഗൈസ്. ഇതേപോലെ ഏതെങ്കിലും മൂലയ്ക്ക് ഒളിച്ചിരിക്കുക. നീ അപ്പുറത്ത് പോയിരിക്കണം മോനെ. ഞാൻ ഇപ്പുറത്ത് പോയിരിക്കാം. അവിടെ നിന്ന് ഞാൻ സേഫായിട്ടാ. അവിടുന്ന് അനങ്ങാഞ്ഞതായിരുന്നു. ഞാൻ അവിടുന്ന് ഒന്ന് പോടാ വീട്ടിലോട്ട്. ഞാൻ രക്ഷപ്പെട്ടുട്ടാ. ഞാൻ എത്തിയിട്ടാ. അപ്പോൾ എനിക്കിപ്പോൾ എത്രയാ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയും 1481 പോയിൻറ്റ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ യൂട്യൂബ് എനിക്ക് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ലൈക്ക് എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളാണ് ഹെൽപ്പ് ചെയ്തേക്കണം. എനിക്ക് കൂടുതലും എൻ്റെ ഈ ചാനലിലൂടെ എനിക്ക് മനസ്സിലാകാവുന്നത്, കാരണം എൻ്റെ ഒരു വെച്ച് നോക്കുമ്പോൾ എനിക്ക് പവർ ഉള്ളത് വെച്ചാണ് ഞാൻ നിൽക്കണത്. എനിക്ക് അൾട്ടിമേറ്റ് സോഴ്സൊന്നും പവർ ഇല്ല എനിക്ക്. കാരണം എനിക്ക് 20 എന്താ പറയുക ഒരു രീതിയുണ്ട് എനിക്കൊരു. അപ്പോൾ അതുവരെ ഉള്ളൂ എനിക്ക്. സോ ഗായ്സ് എന്നെ ഹെൽപ്പ് ചെയ്യുക. എന്നെയും ഹെൽപ്പ് ചെയ്യുക. ഞാൻ നിങ്ങൾ പറയുന്ന ഗെയിംസും കളിക്കും. കാരണം ഫോൺ മാത്രമല്ലേ ഉള്ളൂ. ഫോണിൻ്റെ അകത്തുള്ള ഗെയിംസ് ഇപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ ആഗ്രഹമുള്ള ഫോണിലുള്ള ഇപ്പം ഞാൻ പറയട്ടെ, കമല എന്നൊക്കെ പറഞ്ഞ ഗെയിമൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ അത് കാണാൻ പറ്റില്ല. കാരണം കമല എന്ന് പറഞ്ഞ ഗെയിം കമ്പ്യൂട്ടറിൽ മാത്രം കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾക്കാർ. അവനിങ്ങനെ പയ്യെ നടക്കത്തുള്ളൂ. അത് കാരണം നമ്മൾ രക്ഷപ്പെടും. കാരണം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പയ്യെ നടക്കുള്ളൂ. അവൻ്റെ കാര്യത്തിൽ പോക്കായി. ദൈവനാണ് കള്ളൻ. നമ്മൾ ജയിച്ചിട്ടാ. അത് ചെറിയൊരു കളിയായിരുന്നു. ഗ്രാനയുടെ സമയത്താണ് എനിക്ക് പ്രശ്നം വന്നത്. ഗ്രാനയുടെ സമയത്ത് എനിക്ക് പൊങ്ങാൻ പറ്റിയില്ല. അതാണ് ഒരു പ്രശ്നം പറ്റിയത്. ഇത് പിന്നെ ഈ ലാമ്പ് കൊണ്ട് ഞാൻ നടക്കണം കേട്ടോ. അയ്യോ. അപ്പോൾ ഇപ്പോൾ ഇതേ നമ്മൾ വേറെ ചെറുക്കന്മാരൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് അപ്പോൾ ഇതൊക്കെ കുറേ ലിക്വിഡും ഒക്കെ ഉണ്ട്. കാരണം ലിക്വിഡിൽ അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി.
അപ്പോൾ ഗായ്സ് അടുത്ത ലെവലിൽ എത്തിയിട്ടുണ്ട്. ഓ ഒന്ന് ഇറങ്ങിപ്പോ. ഇത് എവിടെ ഇരിക്കണ്ട ഞാൻ പറഞ്ഞുതരാം. ഇത് ഇതിൻ്റെ മണ്ടത്തിൽ ഇവിടെ ഒന്ന് മാറടാ മോനെ. പക്ഷെ ഇത് നിങ്ങളെന്തൂട്ടാ ഇത്? ആ പണിപാളി പത്തിക പട്ടകം കയ്യിലേറും തമ്പൂരട്ടി അടിച്ചിക്കടാ കൊണ്ട്. ആ ഞാൻ അവിടെ നിന്നോളാം. അടിച്ചു വരുന്നുണ്ട് കേട്ടാ. ലൈറ്റ് വേണ്ട, നല്ല ലൈറ്റ് ഇട്ടേക്കാം. പിന്നെ ഗായ്സ് അവിടെ അടിച്ചടിച്ച് വരുന്നുണ്ട്. ആരാന്നറിയില്ല. ലിഫ്റ്റിൽ കയറാൻ പറ്റുമോയെന്നും അറിയില്ല എനിക്ക്. ലിഫ്റ്റിൽ കയറാൻ പറ്റുവാണെങ്കിൽ പൊളിച്ചു മോനെ. അത് പോടാന്ന് ഞാൻ കയറി കിട്ടണം നിങ്ങളുടെ തലയിൽ. ഞാൻ ഒരു തവണ ഇതേ സാധനം ഉണ്ടായി. അയ്യോ അതൊക്കെ ഇങ്ങനെ അവിടെ കയറി. ആ നമ്മൾ ജയിച്ചതാ കണ്ട. ഇതാണ് കളി. നമുക്ക് കാര്യം പിടിയിട്ടുണ്ടാവും. ആ ഇപ്പോൾ വരണ ഏത് മോൺസ്റ്ററാണോ ആ മോൺസ്റ്ററുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ് നമ്മുടെ ഈ ഒരു കളി. കളി ഫണ്ണാണ്. അത് തന്നെ ഒളിച്ചിരിക്കണം, അതാണ് ഏറ്റവും മെയിൻ. കാരണം നമുക്ക് ഇതിനകത്ത് ഹൈഡിങ് ഓപ്ഷൻ ഇല്ല, മനസ്സിലായോ? അപ്പോൾ ഹൈഡിങ് ഓപ്ഷൻ വന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. സോ ഇത് കണ്ടോ, ഇവൻ്റെയൊക്കെ ഹാർട്ട് ഇത് ഇപ്പോഴേ കുറഞ്ഞു തുടങ്ങി. ഇതേക്കണ്ടോ പച്ച കളർ കണ്ടോ, അതാണ് കളി. ഇത് ഡ്രാഗനാണ്. അല്ല, നന്നായിട്ട് ചാടാൻ പറ്റുന്നവർക്കൊക്കെ. ഓ ചാടാൻ പറ്റത്തില്ല എനിക്ക്. വേഗം ഈ ടണൽ വഴി കയറി നമുക്ക് രക്ഷപ്പെടാം. ആ ഞാൻ എൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ടാ. അതിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഇരുന്ന് പോകാൻ വേണ്ടി ഞാൻ ബാക്ക് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ അല്ല ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റിയൊരു ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കണം. കാരണം അയ്യോ നല്ല പൊക്കം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ചാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഓഫാക്കി ലൈറ്റ്. വന്ന് കണ്ടില്ലെന്നില്ല. അവനവിടെ ഹാങ് ആയ സ്റ്റക്കായ എന്തോ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അങ്ങോട്ട് ഓടി കളിക്കുന്നുണ്ട്. ജോഷു എന്നൊക്കെ പറഞ്ഞ അവനവിടെ സ്റ്റക്കായിട്ടാണ്. അയ്യോ ഞാൻ മാത്രമല്ല ഇവിടെ. നിനക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. ആ അത് കണ്ട ഞാൻ എന്നെ പിടിച്ചില്ല. അയ്യോ അവൻ ഭയങ്കര ഹെൽത്താട്ടോ. കണ്ടാ ഇതാണ് കളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ഈ ചാനൽ പിന്നെയും പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് ഞാനത് സെറ്റാക്കി തരാം. പിന്നെ ഹൊറർ ഗെയിംസ് ആണ് വേണ്ടതെങ്കിൽ ഹൊറർ ഗെയിംസ് ഇതിൻ്റെ ഫോണിലുള്ള ഹൊറർ ഗെയിംസ് എല്ലാം ഞാൻ കളിക്കാം. ചാവോ ഇല്ലയൊന്നും അറിയത്തില്ല. പറ്റുന്ന പോലെ ഞാൻ കളിക്കാം. എനിക്ക് ഹൊറർ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കണ്ടൻറ്റിന് ഏറ്റവും അടിപൊളി സാധനമാണ് ഹൊറർ ഗെയിംസ്. കാരണം ചിലവർക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അറിയാലോ എന്താണ് രസം, അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫീലിങ് നമുക്ക് ഇത് പറയാണ്ട് തന്നെ മനസ്സിലാവും. മാറുമനെ ഞാൻ ഇരിക്കട്ടെ ഇവിടെ. അതെ ഓരോരുത്തർ ഇങ്ങനെ വന്നിപ്പുണ്ട്. ഈ പിയാനോയുടെ മണ്ടയ്ക്കൊന്നും അടിക്കുമോയെന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ അവിടെ ഇരിപ്പുണ്ട് കുഴപ്പമില്ലാണ്ടൊക്കെ. പിന്നെ ഇവന്മാരുടെയൊക്കെ കാലിൽ ജമ്പ് ബൂസ്റ്റും സ്പീഡും ഒക്കെ ഉള്ളതുകൊണ്ട് എവിടെയോട്ട് വേണമെങ്കിലും ചാടാം. കണ്ടതേ ജമ്പ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഈ സാധനം അത് വെച്ച് ഇങ്ങനെ ചാടി കഴിഞ്ഞാൽ എന്തോരം വെള്ളം പോകും. അപ്പോൾ ഇത് ആരുടെ വീടാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് സ്ലെൻഡർമാൻ്റെ ഒക്കെ ആയിരിക്കും, അറിയത്തില്ല. അല്ല ഇപ്പോൾ ഞാൻ ലൈറ്റ് നിൽക്കുന്നുണ്ട്. നോട്ടം കുറവും നോട്ടം കൂടുകയും ചെയ്യും. ഈ ഞാൻ താഴ്ത്താണ്ട് അതേ കൊല്ലുന്നുണ്ട് ആരൊക്കെയോ. ഞാൻ പറഞ്ഞില്ലേ സ്ലെൻഡർമാൻ ആയിരുന്നു. ഇത് ഇടയ്ക്ക് ഈ സാധനം വരത്തില്ല, ഈ മൂവ് വരത്തില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്, കൺസിസ്റ്റൻസ് ഉണ്ട്. ഇടയ്ക്ക് ഈ മൂവ് വരത്തില്ല. മൂവ് വരണ സമയത്താവുമ്പോൾ മൂവ് വരും. ഇതെന്നാ മൂവാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്ട മൂവൊക്കെ ആയിരിക്കും. കാരണം ഇവന്മാരെല്ലാം തലട മണ്ടയ്ക്കോട്ട് കയറിയെന്ന് എനിക്കാണെങ്കിൽ എനിക്കിതിൻ്റെ ഈ ലിഫ്റ്റിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇതെനിക്കറിയാം, ഫ്ലാഷാ. ഇപ്പിയോ സ്പോണാവും ഈ വേട്ടവിടെ. അപ്പോഴേക്കും നമുക്ക് പുറത്തോട്ട് പോകാം. മാറാൻ കണ്ട് പുറത്തോട്ട് പോയിട്ട് ഞാൻ പറയാം ഇതേപോലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക്. മൂലയ്ക്ക് പോകാൻ പറ്റത്തില്ലേ? ഇതിൻ്റെ അടിയിലൊരു മൂല ഉണ്ടല്ലോ. ദൈവം ഉണ്ടാവണേ. ഇല്ല ഞാൻ പെട്ടു അവിടെ. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കയറുക? ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ലല്ലോ. Oh my god, we are right.
എനിക്കത് കയറണം എങ്ങനെ അറിയത്തില്ല, പക്ഷെ എൻ്റെ മണ്ടയ്ക്ക് കയറുന്നവരുണ്ട് കേട്ടോ. ജംബൂസ് കാണിക്കാം. ഒയ്യതേ വന്നു. ബ്ലോക്കാണ് ബ്ലോക്കാണ് റൂയിൻ്റെ ബ്ലോക്ക്. ഇതിങ്ങനെ കയറി ഞാൻ കഴിക്കാം. നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. ഇത്രയും പേരുള്ള അപ്പോൾ ചുമ്മാ കുറേ പേരുണ്ടല്ലോ, ചവറ ആൾക്കാരുണ്ടെങ്കിലോ. വരുന്നുണ്ട് ആൾക്കാർ. ഒരാൾ ചത്തിടക്കുന്നുണ്ട്. ഇതെങ്ങനെ നിൽക്കാം നമുക്കിത്. ഇതാണ് ഞാൻ കണ്ടോ, ഒരു ബുള്ളറ്റ് ബൈക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഉള്ള ഒരു ആൾ, ഒരു മനുഷ്യൻ. അപ്പോൾ ഇതിൻ്റെ അതിൽ പിന്നെയും റോഡായി. എനിക്ക് ഗ്രാമീൺ പോകണമായിരിക്കും, അതായിരിക്കും സംഭവിച്ചത്. കൈ ഞാൻ അപ്പുറത്തെടുത്തു. ഇനി എന്നെ പുറത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ കാണിച്ചിരിക്കും. ചിലപ്പോൾ ഞാൻ നമുക്ക് ക്ലിച്ചായെങ്കിൽ മുകളിൽ പോയാലോ. മുകളിൽ പോകട്ടെ, ക്ലിച്ചായി മുകളിൽ പോകട്ടെ. ക്ലിച്ചായി മുകളിൽ പോകട്ടെ. അവിടെ സ്മോക്കൊക്കെ ഉണ്ട്. സ്മോക്കൊക്കെ വരുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ, പാളേ ഭദ്രപ്പെട്ടതും തമ്പൂരത്തെ ഗോരാട്ടിൽ കണ്ടാ ചേച്ചി. അപ്പോൾ അടുത്ത റൂബ്ലോക്സ് നമുക്ക് നോക്കാം. അടുത്തത് ഏതാണെന്ന്. അപ്പോൾ ഇത് ഞാൻ കളിച്ച് മടുത്ത് കേട്ടോ. അടുത്തത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു പുതിയ വീഡിയോ ആണ്. നമ്മൾ പുതിയൊരാളായിട്ട് നടക്കണം. ഹൈഡ് ആൻഡ് സീക്ക് ആട്ടോ, ഹൈഡ് ആൻഡ് സീക്ക് ആണ്. അപ്പോൾ എനിക്കിപ്പോൾ കളിക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോകും. ഇതൊക്കെ ആരാ? ഞാനൊന്നുമല്ലല്ലോ. എനിക്ക് പോണം. എന്ത് പരിപാടിയാണ്? എന്നെ ഒന്ന് വിടറാ. സബാഷ്. ഹൈഡ് ആൻഡ് സീക്ക്. ഓ എടാ, ഇങ്ങനെയുള്ള കണ്ടുപിടിക്കാലേ ഇവന്മാരെയൊക്കെ. ഞാൻ കാണിച്ചില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ എങ്ങനെയൊക്കെ പോണേ ആയിക്കോണേ. ഇപ്പം അതെ അത് ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ അവന്മാർ പോകുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓ, ഇത് ഭയങ്കരമായിട്ട് വലുതാട്ടോ. അതെ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന ഒരു മുറുമ്പ് മാതിരി കാണുന്നത് എനിക്ക്. അത്രയും സ്പേസിലാണ് ഞാനിത് നോക്കണതാണ്. അത്രയും ഒരു ഡീപ്പസ്റ്റ് ആണ്. ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് വേറൊരു റൂബ്ലോക്സ് വീഡിയോ ആയിട്ടാണ്. റൂബ്ലോക്സിലെ വേറൊരു വീഡിയോ. സോ ഇതിപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡിങ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്കൊരു സീനുമില്ല. സോ ഇപ്പോൾ നമുക്ക് ടൈക്കോൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കയറാം. സെലക്ട്. നമ്മളിപ്പോൾ ഏതൊരു ആപ്പിൽ ഓ ഗ്ലിച്ചായതാണല്ലേ ഇത്. ടൈക്കോൺ ആദ്യമേ ഫ്രീ പിടിച്ചേക്കണം. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ഗെയിമാണ്. യൂട്യൂബ് ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഇപ്പോൾ യൂട്യൂബിൽ സ്റ്റാർ ആവുക അങ്ങനെയൊക്കെ ഒരുപാടുള്ളതാണ് ഈ ഒരു ഗെയിം. അപ്പോൾ അത് 15 രൂപ എടുത്തിട്ട് നമുക്ക് നേരെ ഇത് സെലക്ട് ചെയ്യാം. സോ 2 എണ്ണമായി. ഇപ്പോൾ ഡ്രോപ്പർ, ഇതിൻ്റെ പേര് ഡ്രോപ്പർ എന്നാണ് തോന്നാണ്. ഞാനിപ്പോൾ ഇതിലെക്കൂടി പോയി ഇവിടെ എത്തിച്ചേ. നല്ല രസമാണ് കളിക്കാൻ. ജിമ്മിൽ പോകുന്നവർക്കൊക്കെ നല്ലതായിരിക്കും സാധനം. ഇങ്ങനെ ഓടി കളിക്കാം. കുറച്ച് പുറകെ എത്തുമ്പോൾ ഇങ്ങനെ ചാടുക. ഇത് പൊളി സാധനം.
ഇതന്നെ 20 RS റുപ്പീസ് തന്നെ കൊടുക്കണം. 20 രൂപയുടെ കൊടുത്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യും? ചിലപ്പോൾ എന്തായാലും ഒന്ന് കൂടുമായിരിക്കും, ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിന് അപ്ഗ്രേഡ് ചെയ്യാൻ എനിക്ക് മതി. എക്സ് ക്യാഷ് കൗണ്ടർ ഇതൊക്കെ എന്ത് പറയണ ഒരു റുപ്പീസ് ആയിരിക്കും കേട്ടോ. ഇത് പിന്നെയും ഗ്ലിച്ചായി ഗൈസ്. ഇത് എന്തൊരു കഷ്ടമാണിത്. ഞാൻ അതിൻ്റെ അകത്തൊക്കെ ഏറി നിൽക്കണം, എന്നിട്ടും അത് ഗ്ലിച്ചായി. ചിലപ്പോൾ കളിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഈ എഡിറ്റിംഗ് പേയ്മെൻറ്റ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടിട്ടുണ്ടാവും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിക്കാൻ പറ്റിയത് കണ്ടാവും. അമ്മമാരുടെയൊക്കെ ബേസ് എന്നാ ബേസാണല്ലേ. അതുകൊണ്ടോ എൻ്റെ അമ്മ. സബ്സ്ക്രൈബർ 4 പേര്. ഇവിടെ ഇങ്ങോട്ടൊന്നും വാടാ സബ്സ്ക്രൈബർ. ഇങ്ങോട്ട് വാ സബ്സ്ക്രൈബേഴ്സ്. 50 60 സബ്സ്ക്രൈബേഴ്സ്, 65 സബ്സ്ക്രൈബേഴ്സ്, 70 സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ അത് പോയി നമുക്ക് അൺലോക്ക് ആക്കാൻ പറ്റും. പിന്നെ അതൊക്കെ സബ്സ്ക്രൈബേഴ്സിനുള്ളതായിരിക്കും. എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി. അത് ഇല്ലാണ്ട് തന്നെ കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് ആവശ്യം ഇത് കളക്ട് ചെയ്യലാണ്. പിന്നെ ഇതും കളക്ട് ചെയ്യാം, ഇതും കളക്ട് ചെയ്യാം, ഇതും കളക്ട് ചെയ്യാൻ. പ്രൊഫഷണൽ ക്യാമറാസ് ഞാൻ എടുത്തത്. നോക്ക്. എൻ്റെ ഈ ഷോർട്ട് സ്ക്രീനർ വീഡിയോ ഇത് ഭയങ്കരമായിട്ട് ലാഗാണ്. കാരണം ഈ സാധനത്തിന് ഭയങ്കരമായിട്ടൊരു ഒരു ഇതില്ലാത്തൊരു സാധനമാണ്, വൃത്തിയുടെ സാധനമാണ്. സോ ഇതെനിക്ക് എങ്ങനെയും ഒന്ന് എത്തിക്കലാണ് എൻ്റെ പ്ലാൻ. സോ ഈ ഒരു വീഡിയോസ് റെക്കോർഡർ എനിക്കൊരു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏത് വീഡിയോ ഇതിപ്പോൾ നമുക്ക് ടോക്കിങ് ചെയ്യാനും അല്ലാണ്ട് ആവശ്യമുള്ള ഒരുപാട് ടോക്കിംഗ് എബോട്ട്സിനുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സും എനിക്ക് വേണ്ടി ഇത് തരണം എന്നാണ് എൻ്റെ ഒരു ആകാംക്ഷ, ഒരു ആഗ്രഹം. കാരണം ഇതേടാ അവൻ്റെ ലോഗോ. ആകാശ് പിന്നെ അതൊക്കെ പോയ. മിസ്റ്റർ ബീസ്റ്റ് എൻ്റെ മോനെ മണിമാനാണ്, മണിമാൻ. ഡെന്നീസാണ് ഇപ്പോഴേ ആൽഡ്രൻ സാബു എന്ന് പറഞ്ഞിട്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇത് കുറച്ച് രൂപ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. യൂട്യൂബിൻ്റെ കാശും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലക്ഷറി. ഇത് അടുത്ത ഡ്രോപ്പർ ഇട്ട് വാങ്ങിച്ചു. ഇങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇത് ഇപ്പോൾ കണ്ട ഇതിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സാധനം എടുത്തിടണം. പിന്നെ ചുമ്മാ സമയമുള്ളപ്പോൾ ഇതിൻ്റെ അതൊന്ന് ചുമ്മാ കയറി ഇരുന്നാൽ മതി. അപ്പോഴേക്കും പൈസയും കിട്ടും, സബ്സ്ക്രൈബേഴ്സും കൂടും. ഇതിപ്പോൾ ഇതാണ് ഈ സെറ്റപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ കമ്പ്യൂട്ടർ പോലും എനിക്ക് കിട്ടത്തില്ല. അറിയാമോ ഗൈസ്, ഈ കമ്പ്യൂട്ടർ പോലും. ന്യൂ ഫ്രണ്ട് അപ്പോൾ ഇതായിരിക്കും എൻ്റെ സിസ്റ്റം. പിന്നെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇത് കീബോർഡും മൗസും ഒക്കെ ഉണ്ട്. എൻ്റെ ദേഹമൊന്നും കാണില്ലല്ലോ, കൊള്ളാമല്ലേ. ഇതാണ് മോണിറ്റർ. ഇതിന് CPU ഇല്ലേ, CPU ഏതൊരു പെട്ടിക്കകത്താണ് വെച്ചേക്കണത്. സോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരു 1500 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തുക. ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ലടാ, എന്നെ വെറുതെ വിടറാ. അപ്പോൾ ഗായ്സ് വേറെ ഏതൊരു കൂട്ടുകാരൻ ഹായ്. ഇതെങ്ങനെ ഹായ് എങ്ങനെയാണ് കൊടുക്കണേ? ഹായ് കൊടുക്കണ എങ്ങനെ അറിയത്തില്ല. അക്സെപ്റ്റ്. ഇപ്പം ഇതെൻ്റെ കൂട്ടുകാരനാട്ടോ. ഇതേ റോക്കീസ് മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാം. നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ. ഇതൊന്ന് മാറിപ്പോ.
my YOU YouTube channel. One minute guys. അപ്പോൾ ഗായ്സ് ഇത് കണ്ടോ ഗായ്സ്, എൻ്റെ മോനെ 60,000 സബ്സ്ക്രൈബേഴ്സാണ്. ഇതാണ് ഒരു ഗെയിമിങ് ലാപ്ടോപ്പ്. ഇതാണ് കണ്ടോ, ഇത് പ്ലേ ബട്ടൺ ഇരിക്കണ്, ഇത് വേറൊരു ഫോട്ടോ. ഇതെനിക്കെന്താണ് പ്രോയാന്ന് തോന്നുന്നുണ്ട്. റോക്കി എന്ന് പറഞ്ഞൊരു ഇതാണ് യൂട്യൂബിൻ്റെ പ്ലെയറാണിത്. ഇത് ഏകദേശം കുറേ എനിക്ക് തോന്നുന്നു ഇയാളുടെ ഇത് കഴിഞ്ഞെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ പൈസ കൊടുത്ത് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. ഇപ്പോൾ അയാളെ വേറെ ഇതായിട്ട് പോയതായിരിക്കും ചിലപ്പോൾ, വേറെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന്, അറിയത്തില്ല. അയാൾ അവിടെ പോയിട്ടുണ്ടാവും റെഡ്. ദേ ഇരിക്കുന്നു റോക്കു എന്നാണ് പേര്, റോക്കു 477. ഹായ് ബ്രോ, വെയിറ്റ് ബ്രോ, ഹായ് ബ്രോ എന്ന് അടിച്ചിട്ടുണ്ട്. ടൈക്കോൺ ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്താണ് ഗൈസ് പ്ലാൻ? ഗായ്സ് ദേ കണ്ടോ, ഇതൊക്കെ ഒരുപാട് യൂട്യൂബ് സെക്ഷനാണ്. നമുക്ക് ഇതെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഗായ്സ് ദേ ഇതാണ് യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസും ലോഗോ ഒക്കെ. സോ ബായ്, നമുക്ക് ഇയാൾ ബായ് പറയാം. BEY അല്ലേ, BY ബായ് എനിക്ക് പറയണേ, ബയ്യ അല്ലടാ. ബായ് ഞാനങ്ങനെ ഇവിടെ എത്തി. അവൻ എന്നെ ഹാങ് ആക്കി എവിടെയോ എത്തിച്ചു ഗായ്സ്. എൻ്റെ സെർവർ പോയി, ഈ ബ്ലൂ വാർഡിയ എൻ്റെ ഗായ്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇപ്പോൾ ശബ്ദം ഉണ്ടായി കേട്ടല്ലോ, മച്ചിയാണ്, അപ്പോൾ പ്രശ്നക്കാരിയാണ്. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വാങ്ങിച്ചോ അപ്പോഴേക്കും ഇതെന്ന് കണ്ടോ ഇത് അടിച്ചോല്ലാൻ പറ്റും. കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇത് നമ്മൾ ഇതാക്കിയല്ലേ, നമ്മൾ ഗെയിമിങ് റൂം അടിപൊളിയായി. ഇപ്പോൾ PC ഉണ്ട് കേട്ടോ, PC നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഗെയിമിംഗ് PCയും എനിക്ക് സെറ്റാക്കി തരിക നിങ്ങൾ. കുറച്ചുകൂടെ ഫോളോയും മീ ആൻഡ് എനിക്ക് നിങ്ങൾ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് നോട്ടിഫിക്കേഷൻ ചെയ്യും. എനിക്ക് ഇപ്പോൾ ഏകദേശം കുറച്ചോളം പേരുണ്ട്. അപ്പോൾ 13 പേരേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ 6000 സബ്സ്ക്രൈബേഴ്സൊക്കെ വരെ ആക്കണം. സോ എല്ലാവർക്കും ടാറ്റ, ഗുഡ് ബൈ, സീ യു.